തുറക്കുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഷോക്ക്, ഇത് സംഭവം. എന്നിട്ട് ഞാൻ എടുത്തു നോക്കി 1 ലൈനും കൂടി. ഞാൻ ശരിക്കും ഭയങ്കര എനിക്ക് എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് മർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക് ആണെന്ന് ആരും കരുതണ്ട. അപ്പോൾ ആ ഒരു വീഡിയോക്ക് വരുന്നവരാണെങ്കിൽ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവൂലേ, ഈ വീഡിയോ നമ്മളെ പ്രഗ്നൻസി സ്റ്റോറിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് കുറെ ആൾക്കാർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ് വീഡിയോ ഒന്നും അല്ല. റിക്വസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു കമന്റ് എനിക്ക് PVയുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഡെലിവറി സ്റ്റോറി പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ ഹസ്ബൻഡ് കൂടി വന്നിട്ട്, ഏട്ടൻ കൂടി വന്നിട്ട് ചെയ്യാന്ന് കരുതി നിന്നത് ആ ഒരു വീഡിയോ. അപ്പം ഞാൻ കരുതി എന്നാൽ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ അതിന്റെ കൂടെ അതിന് മുന്നോടിയായിട്ട് ആ ഒരു പ്രഗ്നൻസി സ്റ്റോറി കൂടി പറയുന്നതല്ലേ നല്ലത് എന്ന്. വാട്സപ്പിൽ എനിക്കിങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെയ്യും, നല്ല രസമാണെന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ചെയ്യാൻ കരുതിയത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ പറഞ്ഞ ലൈക്ക് കൂടി ചെയ്തേക്കണേ. വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാന്ന് കരുതിയത്, ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തും അതുപോലെ ഡെലിവറി ടൈമിലൊക്കെ യൂട്യൂബിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് സിംറ്റംസ്, അതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ നോർമൽ ആണോ, അങ്ങനെ കുറേ വ്ളോഗേഴ്സിന്റെ പ്രഗ്നൻസി സ്റ്റോറിയും ഡെലിവറി സ്റ്റോറിയും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് മറ്റൊരാൾക്കാർക്ക് ഇപ്പം അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് കൂടി ഈ വീഡിയോ ചെയ്യാന്ന് കരുതിയത്. അപ്പൊ അധികം ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പം ഞാൻ പ്രഗ്നന്റ് ആവുന്നത് നമ്മളെ മാരേജ് കഴിഞ്ഞിട്ട് 2.5 വർഷം ആവുന്ന സമയത്തായിരുന്നു പ്രഗ്നന്റ് ആയത്. അപ്പം ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പ്ലാൻഡ് പ്രഗ്നൻസി തന്നെയാണ്, അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതൊന്നുമല്ല. അപ്പം ഇതിൽ ഒരു കോമഡി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ 2.5 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത്. പക്ഷെ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് ഫാമിലിയുടെ അടുത്തെല്ലാം പറഞ്ഞ സമയത്ത് അവർ ചോദിച്ചിട്ടുള്ളത് എവിടെ ട്രീറ്റ്മെന്റ് ചെയ്തത്, ഏത് ഡോക്ടറെ കാണിച്ചത് എന്നൊക്കെയാ. പക്ഷെ ഈ ഒരു 2.5 വർഷം എന്ന് പറയുന്ന ഒരു കല്യാണം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ട രീതിയിലുള്ളതാണോ എന്ന് അറിയില്ല അല്ലെ. പിന്നെ നമ്മൾ ഒരുമിച്ച് നമ്മൾ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും അല്ല, എല്ലാവർക്കും അറിയാം ഷിപ്പിലാ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറെ ആൾക്കാർ ഏത് ഡോക്ടറെ കാണിച്ചത്, അങ്ങനെ ഇപ്പം ഗൈനക്കോളജി കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണോ ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ട്രീറ്റ്മെന്റും കാര്യം എടുത്തിട്ടുണ്ടായിട്ടില്ല, പിന്നെ പ്ലാൻഡ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഏട്ടൻ 2023 അല്ലേ, ആ ഒരു ടൈമിൽ നാട്ടില് വന്ന ടൈമാണ് നമ്മൾ നമുക്ക് ഒരു കുഞ്ഞാവ നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ടായത്. കാരണം അതിന്റെ ബാക്കിൽ കുറെ നമുക്ക് ബുദ്ധിമുട്ടുകളും അങ്ങനെയെല്ലാം വന്നു. ഇപ്പം ബുദ്ധിമുട്ടില്ല എന്നല്ല, എന്നാലും ആ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനും കാര്യങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എല്ലാം കൂടി നമ്മള് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷെ അത്രയും നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈം ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നമ്മളൊന്ന് ഇതാക്കട്ടെ കരുതിയത്. അങ്ങനെ ഇതന്നെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഒരു 2 വർഷം ആയപ്പോൾ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അത് എല്ലാരും കേട്ടിട്ടുണ്ടാവും. കാരണം ഈ ഒരു ചോദ്യം തന്നെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ ഭ്രാന്തോ ഇത് കേൾക്കുമ്പോ തന്നെ, എടോ നമുക്കെന്താ ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ ചെറിയ കുട്ടികൾ. അതേപോലെ തന്നെ എന്താ പറയേണ്ടത്, ഇവള് പ്രഗ്നൻസി ആയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവരൊരു ചോദ്യവും ഉണ്ടായി. അതായത് നിങ്ങൾ എവിടെ പോയി കാണിച്ചത്, എവിടുന്ന ട്രീറ്റ്മെന്റ് എടുത്തത്. പക്ഷെ ഇവരെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാ. അല്ല പറയാ. അപ്പൊ 2023 ഇത് ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ ആ സമയമായിട്ട് വന്നപ്പോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബറിലല്ല നാട്ടിൽ വരുന്നത്, ഒക്ടോബറിൽ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് അറിയാം, അവർ ഓരോ മാസവും പീരീഡ്സിന്റെ ഡേറ്റ് ആകുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്തായാലും, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാനും ഉണ്ടായത്.
അപ്പൊ നമ്മൾ ആ ഒരു പീരീഡ്സിന്റെ ഡേറ്റ് എത്തുന്നതോട് എനിക്ക് നല്ല ടെൻഷനായി. പ്രഗ്നന്റ് ആയിരിക്കുമോ എന്നുള്ളത്. ശരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുന്നത്ര, എന്നാലും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വർക്കിന് പോകുന്ന ടൈമാ. എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയം പ്രഗ്നന്റ്, ആ ഒരു ടൈമിലാണ് പ്രഗ്നന്റ് ആയിട്ടുണ്ടായത്. അപ്പോൾ ഓളിങ്ങനെ ഓളെ സിംറ്റംസും കാര്യമെല്ലാം പറയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഇങ്ങനെയുണ്ടാ, എനിക്ക് അങ്ങനെയുണ്ടാ, അങ്ങനെ തന്നെ ചോദിക്കലുണ്ടേനു. പിന്നെ അങ്ങനെ പീരീഡ്സിന്റെ ഡേറ്റ് എത്താനായി. ഒക്ടോബറിൽ, സെപ്റ്റംബറിൽ നാട്ടിൽ വന്നു, ഒക്ടോബറിൽ. അപ്പം ഞാൻ കരുതി എന്തായാലും, അതായത് ഡേറ്റ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്, ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, അതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഒരു കൂടിയത് കൊണ്ട് ഏട്ടനെ അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ട്, രശ്മി. അപ്പോൾ ഓളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനൊരു കിറ്റ് വാങ്ങിപ്പിച്ചു, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കിറ്റ് വാങ്ങിച്ചു. ഡേറ്റ് മിസ്സായിട്ടൊന്നുമില്ലേ, അതിന്റെ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ കിറ്റ് വാങ്ങിപ്പിച്ച്. അപ്പൊ അന്ന് ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ എനിക്കിത് വാങ്ങുകയും വേണം. പിറ്റേ ദിവസവും ഞാൻ പോകുന്നില്ല, 2-3 ദിവസത്തേക്ക് പോകുന്നുണ്ടായിട്ടില്ല. അപ്പൊ എനിക്കിത് എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടുകയും വേണം. അപ്പൊ നമ്മൾ എവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്, ഓളെ വീട്ടിലൂടെ പോവാന്ന് വെച്ചാൽ നമ്മൾ ഓളെ വീട്ടിലൂടെ വന്ന്. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോയി വണ്ടി വളച്ചിട്ട് വാ, നമുക്ക് വണ്ടി വളച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഇടുന്ന് കയറാൻ, ഞാൻ ഇവിടെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, നമുക്ക് വണ്ടി വളക്കണ്ട, നേരെ പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ മുന്നിൽ വെച്ചാ പോരെ, വളയ്ക്കാനുള്ള ആ ഒരു സ്ഥലമുണ്ട്. വണ്ടി വളക്കണ്ട മാത്രമല്ല, നമുക്ക് വളച്ചിട്ടില്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തും, കുറെ വഴിയുണ്ട്, അവിടെ നേരെ പോയാലും എത്തും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വളച്ചിട്ട് വാ, ഞാൻ അത്ര വരെ സംസാരിക്കട്ടെ എന്നാണ്. ആ ടൈം കൊണ്ട് വേഗം കിറ്റ് വാങ്ങി ഞാൻ പോക്കറ്റിലിട്ട്. അപ്പൊ വീട്ടിലെത്തി ഡൗട്ട് തോന്നിയിട്ടുണ്ടായില്ല, കാരണം ആയിട്ടില്ല, ഡേറ്റ് മിസ്സായില്ല, അന്നാണെന്ന് തോന്നുന്നു ഡേറ്റ്, അതിന്റെ തലേന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ നാളെയാണ് ഡേറ്റ്, അപ്പൊ നാളെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാണാണ്ട് ഞാൻ വെച്ച്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ എവിടെയോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, എവിടെയോ എനിക്ക് ഓർമ്മയില്ല, എവിടെയോ പോയിട്ടുണ്ടായിരുന്നു, മാമന്റെ വീട്ടിൽ എങ്ങനാ പോയത്, പോയിട്ടുണ്ടായിന്. അപ്പൊ ഞാനും അനിയത്തിയും കൂടിയിട്ട് ഹാളിൽ ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ മൈൻഡ് മൊത്തം ഈ കാർട്ട് വാങ്ങി വെച്ചാൽ, ഞാൻ TV കാണുന്നിടക്കുന്ന വരും, കാറിന്റെ പാക്കറ്റ് എടുത്ത് നോക്കും, അവിടെ തന്നെ വെച്ചിട്ടു. പക്ഷെ നാളെ ആവണല്ലോ, ഇത്ര മണിക്കൂർ വേണമല്ലോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റില്ല കുറേ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി സ്റ്റോറിയിൽ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡെലിവറി സ്റ്റോറി കാണേണ്ട ആവശ്യമില്ല, പ്രഗ്നൻസി സ്റ്റോറിയാണ് ഫുള്ള് കാണല്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മോർണിംഗിലെ ഫസ്റ്റ് യൂറിനെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണാതെ ഞാൻ പറഞ്ഞ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ട് അന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ രാത്രി ഒരു 9-9:30 ആയപ്പോ എനിക്ക് ക്ഷമ നിൽക്കുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീരെ ക്ഷമയുണ്ടാവില്ല. അപ്പൊ കവർ പൊളിച്ച് ഞാൻ പോയിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതായത് നാളെയാണ് പീരീഡ്സ് ഡേറ്റ് വരുന്നതേ, ഞാൻ തലേന്നേ പോയിട്ട് ടെസ്റ്റ് ചെയ്ത്. ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമ്മള് അതും ഒരു ദിവസം മുന്നേ ചെയ്യുന്നതും രാത്രിയത്തെ യൂറിൻ വെച്ചിട്ടാ ടെസ്റ്റ് ചെയ്യുന്നതും. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് മിസ്സായാൽ തന്നെ ഫസ്റ്റ് യൂറിൻ വെച്ചിട്ടാ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാ പറയുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ കുറേ വീഡിയോസ് എല്ലാം ഞാനപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണലുണ്ട്, അതിൻ്റെ അകത്തെല്ലാം പെട്ടെന്ന് തന്നെ വരുന്നതെല്ലാം കാണാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനത് നോക്കിക്കൊണ്ടിരുന്നു കാർട്ട്. അപ്പൊ ലൈനൊന്നും വരുന്നില്ല. ഞാൻ മനുഷ്യടാ ഇതൊന്നും ഇല്ലല്ലോ, അപ്പം പ്രഗ്നന്റ് ഒന്നും അല്ലേ എന്നെല്ലാം കരുതി ഞാൻ എന്ത് ചെയ്ത് അവിടെ സൈഡിൽ വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നിന്ന്, നമുക്ക് വിഷമമുണ്ടാകും, നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും 5 മിനിറ്റ് ഒന്നും ആയില്ല, 2 മിനിറ്റേ ആയിട്ടുള്ളൂ. വെറുതെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കുണ്ട് അതിൽ ലൈൻ വന്നിട്ട് ശരിക്കും കിളി പോയിരുന്നു ആ സമയത്ത്. പക്ഷെ നേരെ ഭയങ്കര ഫെയിന്റ് ആയിട്ടുള്ള ലൈനാണ്, ഡാർക്ക് ലൈനൊന്നും അല്ല. ഒന്നാമതേ ഡേറ്റ് ആയില്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ലൈനായിരുന്നു. അപ്പൊ എനിക്കൊന്ന് ഫുള്ള് കണ്ണെന്നെല്ലാം വെള്ളം വരുന്ന ഫുള്ള് എന്തെല്ലോ അവസ്ഥയായി. ഞാൻ അപ്പൊ ഫുള്ള് എന്തെല്ലോ ആയിപ്പോയി. പിന്നെ വന്ന് അത് ആരടുത്താ പറയണ്ടോന്നും അറിയില്ല. ഏതൊരാളെ കഴിഞ്ഞാലും ഹസ്ബൻഡിന്റെ അടുത്ത് പറയണമെന്ന് തന്നെയാ വിചാരിക്കും, പക്ഷെ വീട്ടിലില്ല. അപ്പൊ ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ഒന്നും എങ്ങനെയാ കൊടുക്കണ്ടേ, കയ്യും കാലെല്ലാം പറക്കാൻ തുടങ്ങി. ലൈറ്റ് ആയിട്ടുള്ള വരയാണ്, ഇത് കണ്ടാൽ മനസ്സിലാവോന്നും അറിയില്ല. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പിന്നെ എനിക്ക് ഫുള്ള് വെറുതെ ചിരിയെല്ലാം വരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിരി വരുന്നു. ഞാൻ ഫുള്ള് കൺട്രോൾ ചെയ്ത് വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ തുറക്കുന്ന കബേർഡ് ഉണ്ട്, അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്ത് തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ അത് വെച്ച്.
വെച്ചിട്ട് പിന്നെ ഞാൻ TV കാണാൻ പോയിരിക്കും. ഓടി വന്നിട്ട് ഇത് ആദ്യം എടുത്ത് നോക്കും, ലൈന് കട്ട് ചെയ്യണോന്ന്. പക്ഷെ അതെല്ലാം വെറും പൊട്ടത്തരാ, അങ്ങനെയൊന്നും ആവില്ലെന്ന് തോന്നും. പക്ഷെ ലൈന് കട്ടിയൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് കൂടിയാണ്, ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണണം. അപ്പൊ നാളെയല്ലേ ഡേറ്റ്, നാളെ ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയാട്ടെ വരുമ്പോ ഒരു ഇത് വാങ്ങിയിട്ട് വരുമോ, ഒരു കിറ്റ് കൂടി എന്ന് മനസ്സിലാ, ഒരു കിറ്റ് വാങ്ങിക്കോ, കാരണം ഇത് വാങ്ങിച്ചത് ആൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് വരുമോന്ന് ചോദിച്ചു. ഫുള്ള് ആൾക്ക് കിളി പോയി. എനക്കെന്തല്ലോ സിംറ്റം വന്ന്, അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നേ. പറഞ്ഞപ്പാടന്നെ കുഞ്ഞസ് പറഞ്ഞപ്പാടന്നെ ഞാൻ വിചാരിച്ചു എന്താ ഇത് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറയാൻ കാരണം ഞാൻ മാമനായിട്ട് സംസാരിക്കായിരുന്നു. ആ സമയത്ത് ഇവിടെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അതെ അതെ, എന്നിട്ട് ഞാൻ ശരിക്കും ഷോക്കായി. അപ്പൊ ഞാൻ വെച്ചു എന്തോ തിരക്കിട്ടിട്ട് പോണ്ടാട്ടാ, നമുക്ക് ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പ്, കാരണം മാമന്റെ വീട്ടിൽ നിന്ന് അടുത്താണ്. പക്ഷെ എന്നാലും ഒരു 5 മിനിറ്റ് പോകണം, രാത്രിയായി. അപ്പൊ ഞാൻ 10 മണിയല്ലായി. ഇനി കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞു വേണ്ട, മാമന്റെ അടുത്തുള്ള സംസാരിച്ചു കഴിഞ്ഞിട്ട് വരാനാകുമ്പം കട പൂട്ടിയിട്ടില്ലെങ്കിൽ മാത്രം മൻകുളത്തുവയല് നമുക്ക് അടുത്തതാണ്, അവിടുന്ന് വാങ്ങിച്ചാൽ മതി, ദൂരെയൊന്നും പോണ്ട, ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പാട് ഞാനെന്ത് ചെയ്ത് ഇറങ്ങിയ ഓടി. അതെ അതെ, ഞാൻ ശരിക്കും എന്നിട്ട് മാമൻ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കഫ് സിറപ്പിന്റെ ഇത് വാങ്ങിക്കാനാണ്, എന്റെ കോൾഡിന്റെ ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ്. അതേ നിനക്കൊന്നും പ്രശ്നമില്ല, എന്നാലും വരുന്നതിന് മുമ്പേ വാങ്ങിച്ചു വെക്കാനോ ഒന്നുമില്ല ഇതില്. ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതിന്റെ ഇത് പറയാൻ വേണ്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടത്, എനിക്കറിയില്ല ഏത് ബ്രാൻഡാ വാങ്ങിക്കേണ്ടത് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അത് വാങ്ങിച്ച് തന്നു. ഞാൻ എന്നിട്ട് അത് പേ ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തി, മാമനുമായിട്ട് നോർമൽ സംസാരിച്ചു. പക്ഷെ എന്റെ മൈൻഡ് മൊത്തം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ വീട്ടിൽ എനിക്ക് കൊണ്ടുതന്നിട്ട് അപ്പൊ ഞാൻ ഓൾറെഡി സർപ്രൈസ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, നേരത്തെ ടെസ്റ്റ് ചെയ്ത കാര്യം. അപ്പൊ ഞാൻ ആ കബേർഡില് നമ്മളെന്തെങ്കിലും സാധനം പെട്ടെന്ന് അതിലാ വെക്കല്. അപ്പൊ കബേർഡ് തുറക്കുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അന്നിങ്ങനെ വിളിച്ച് പൊന്നൂസ് ഇങ്ങോട്ട് വാ, ഇതാ നിങ്ങക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് അവിടെ വെച്ചേ, കബേർഡിനുള്ളിൽ വെച്ചേ. ഞാൻ എന്തിനാ കബേർഡിനുള്ളിൽ വെച്ചേന്ന് പറഞ്ഞ അത് കാണാൻ വേണ്ടിയിട്ട്, ഞാൻ ഈ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ, അതൊരു ഡാർക്ക് ലൈന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി വാങ്ങിക്കാൻ പറഞ്ഞത്. ഓൾറെഡി ഞാൻ നോക്കിയ ഒരു ഫെയിന്റ് ലൈൻ ഞാൻ കണ്ടു, മോർണിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ല ആളാ, എന്നോട് വർത്താനം പറഞ്ഞോണ്ട് ഇത് തുറന്നിട്ട് ഇതാടെ വെച്ചിട്ട് അങ്ങോട്ട് ഓറയോ. ഞാൻ സാധാരണ ഞാൻ എന്താക്കി പോലീസിടയ്ക്ക് വർത്താനം പറഞ്ഞു, അത് ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞു. ഞാൻ കബോർഡും തുറന്ന് നേരെ അതിലും വെച്ച് ഞാനത് മൂടി ഇങ്ങനെ നിന്ന്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിക്കാണ് എന്താണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാധനം വെച്ചിട്ട് ഞാൻ എന്നിട്ട് അവിടെയൊക്കെ തപ്പി, ഒന്നും കാണാനില്ല, അത് മാത്രം കാണുന്നില്ല. കാരണം ഏട്ടനെ അറിയില്ല, ഞാൻ പിന്നെയും ഇങ്ങനത്തെ വീഡിയോ എല്ലാം കണ്ടിട്ട് എനിക്കറിയാം ഇതിനുള്ളിൽ ഇങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് അറിയില്ല ആക്കി ഇത് എങ്ങനെയാ ഉള്ളത് എന്ന്. പിന്നെ നമ്മൾ ശരിക്കും നോക്ക് അങ്ങനെ കണ്ടുപിടിച്ച്. അതെ, എന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഷോക്ക്, സംഭവം. എന്നിട്ട് ഞാൻ എടുത്തു നോക്കി ഒരു ലൈനും കൂടി. ഞാൻ ശരിക്കും ഭയങ്കര എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല. കാരണം അന്ന് രാത്രി തന്നെ ഞാൻ പറയണോ വേണ്ടോ എന്നുള്ളപ്പോ ഇവള് പറഞ്ഞു വേണ്ട, നമുക്ക് കൺഫേം ആക്കിയിട്ട് നമുക്ക് പറയാം എന്നുള്ള ചെറിയൊരു ലൈന് മാത്രമല്ല വരുന്നത്. അപ്പൊ നമുക്ക് കൺഫേം അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു രാവിലെ നമുക്ക് കൺഫേം ആക്കിയിട്ട് പറയാം. പിന്നെ ഞങ്ങള് കടന്നിട്ട് ഉറങ്ങിയതേ ഇല്ല. അന്ന് മൊത്തം ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, അതായത് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം, ഏത് ഡോക്ടറെ കാണിക്കണം, എന്താ പറയേണ്ടത്, ഇൻഷുറൻസ് എങ്ങനെ, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ തന്നെ കുറെ ലേറ്റായി. എന്നിട്ട് ഉറങ്ങി രാവിലെ ആകുമ്പോഴേക്കാണ് എന്താ പറയുക ചെക്ക് ചെയ്ത് എന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന കാർഡ് കാണിച്ചു. അപ്പൊ നോക്കുമ്പോ ഇന്നലെ കണ്ടതിനേക്കാളും കുറച്ച് ബ്രൈറ്റ് ഉണ്ട് ലൈനില്. അതെ, അന്നത്തെ ദിവസമാണല്ലോ ഞാൻ നോക്കിയത് ഡേറ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ ഇപ്പൊ വീട്ടിലായാലും ഇപ്പൊ പറയാൻ നിൽക്കണ്ട, നമുക്ക് കുറച്ചൊരു ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന്. പക്ഷെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാണ്ടിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ ഇവിടെയും ഇവിടെ അച്ഛൻ്റെ അമ്മേന്റെ അടുത്തും എന്റെ അച്ഛൻ്റെ അമ്മേന്റെ അടുത്തും വീട്ടിലും പറഞ്ഞു, അനിയത്തി പറഞ്ഞു. അവരുടെ അടുത്ത് മാത്രല്ല, ഞാൻ അനുശ്രീന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു,
പിന്നെ വേറെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഈ ഡാർക്ക് എനിക്കിത് എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, ഈ ലൈൻ എന്തായാലും പ്രഗ്നന്റ് ആയാലല്ലേ ലൈന് വരൂ. കാരണം ഒരു കാർഡ് ചിലപ്പം തെറ്റാന്ന് കാണിക്കുക, 2 കാർഡ് ഒരേപോലെ തെറ്റാന്ന് കാണിക്കില്ല. ലൈറ്റ് ആയിട്ടൊരു ലൈന് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ. പിന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു 3-4 മണിക്കൂറെല്ലാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം ഓൾറെഡി ഉള്ള ലൈനിന്റെ ഒരു വേപ്പർ എന്തോ ഒരു സംഭവം പോലെ വന്നിട്ട് ഫോൾസ് ലൈന് കാണിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, 5 മിനിറ്റിനുള്ളിൽ തന്നെയാണ് ആ ഒരു ലൈറ്റ് ലൈന് വന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയ എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോ അവള് പറഞ്ഞ് മെസ്സേജ് തിരിച്ചയച്ച് കൺഗ്രാറ്റ്സ് ന്യൂ മോം എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ നമ്മൾ ഏകദേശം ഉറപ്പിച്ച ശരി വീട്ടിൽ പറയാന്ന് പറഞ്ഞ് പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ട് ഇത് ഇവക്ക് അയച്ചു കൊടുത്തതല്ല. അപ്പൊ അനുശ്രീക്ക് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും അറിയാം അനുശ്രീ, ഞാൻ എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മളങ്ങനെ എല്ലാം ഒരു എന്റെ സീക്രട്ട് ഡയറിയാണ്, ഓളെ സീക്രട്ട് ഡയറി ഞാൻ. അപ്പൊ ഞാൻ ഓളടുത്ത് പറയാണ്ടിരിക്കൂല, ഓളടുത്ത് വിളിച്ച് ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്ത്. അപ്പൊ ഫുള്ള് കരച്ചിലായി, ഇത് സന്തോഷം കൊണ്ട് ഫുള്ള് കരച്ചിലായി. ഇത്ര ആള് മാത്രമേ അറിഞ്ഞില്ല, ബാക്കി എല്ലാവരുടെ അടുത്തും ഒഫീഷ്യലി നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിൽ കാണിച്ച് കൺഫേം ചെയ്തിട്ട് പറയാന്ന് കരുതിയിരുന്നു. അങ്ങനെ നമ്മളൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി വീട്ടിൽ നിന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രത്യേകിച്ച് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, ആസ് യൂഷ്വൽ ഉണ്ടായ ജോലികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ കാണിക്കാന്ന് തീരുമാനിച്ചു നിന്നു. ആ ഡേറ്റിന്റെ തലേന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് എണീക്കുന്നുണ്ട്. നമ്മൾ പോയില്ലല്ലോ, ഈ ടൈം നമുക്ക് ഇറങ്ങണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുമ്പോഴായിരുന്നു സഡൻലി എനിക്കൊരു വയറുവേദന വന്ന്. വയറുവേദന വന്നപ്പോ നമ്മള് വേറെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ. ഞാനൊക്കെ നല്ല പോസിറ്റീവായിട്ട് കുട്ടി പിന്നെ എനിക്കിങ്ങനെ ബാത്റൂമിൽ പോകണം, യൂറിൻ പോകണം എന്നൊക്കെ തോന്നുന്ന പോലൊരു ഇതായി. അപ്പൊ ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയപ്പോ ഞാൻ കണ്ടത് ബാത്റൂമിൽ ഫുൾ ബ്ലഡ്. ഏട്ടന് TV കാണുന്നായിരുന്നു. ഞാൻ എങ്ങനെയോ വിളിച്ച്, എനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല, എങ്ങനെയോ ഞാൻ ബാത്റൂമിലെ ഡോറ് തുറന്ന് ഞാനിത് ഭയങ്കര സൗണ്ടും അലർച്ചയൊക്കെ കേട്ട് ഞാൻ ഓടി വന്നിട്ട് ഡോറ് തുറക്കാൻ പറയും, ഡോറും തുറക്കുന്നില്ല. ഇവിടാണെങ്കിൽ അകത്ത് പെട്ട പോലെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോറ് തുറക്ക്. എനിക്ക് എങ്ങനെയെങ്കിലോ ശ്രമിച്ചിട്ട് ഡോറൊക്കെ തുറന്നു. ഞാനും കാണുന്നത് ഫുള്ള് ബ്ലഡ്. ഇവിടാണെങ്കിൽ ഒരേ കരച്ചിൽ, ഒരുമാതിരി ബോധം പോകുന്ന അവസ്ഥ. എന്നിട്ട് എനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷെ എന്നാലും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തു. ഞാനും പൊന്നൂസിനടുക്കും കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് പേടിക്കേണ്ട ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഞാനും വേഗം തന്നെ റെഡിയായി. എന്നിട്ട് കാറെടുത്ത് ഞങ്ങൾ വേഗം തന്നെ പോയി. ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് ശ്രീചന്ത. കുറച്ച് ഡിലേ ആയി, നമുക്ക് വണ്ടിയിൽ നോക്കുമ്പോ എണ്ണ ഉണ്ടായിരുന്നില്ല. എപ്പോഴും അങ്ങനെ നമ്മൾ എണ്ണ തീരുന്ന അവസ്ഥയിൽ വെക്കലില്ല. അന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ കരുതി ഉപയോഗിക്കുന്നൊന്നുമില്ല, പിന്നെ അവിടെ കിടക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക്. അതിനുശേഷം ഇന്നേ വരെ നമ്മളെ വണ്ടി എപ്പോഴും അതെ എംടി ആക്കി വെക്കാറേ ഇല്ല. എന്തെങ്കിലും അതായത് മനസ്സിലാക്കിയിരുന്നു നമ്മൾ വെക്കുമ്പം. പക്ഷെ എണ്ണ എടുക്കുമ്പോ ഇല്ല, നമുക്ക് ഇല്ല. അപ്പൊ നമ്മള് കുറച്ച് ഡിലേ ആയി. പിന്നെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയ സമയത്ത് അവിടെ കുറച്ച് സമയമായി. ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് സ്കാനൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് വന്നിട്ട് മേ ബി ഉണ്ടെങ്കിൽ തന്നെ അത് ഫുൾ ആയിട്ട് ചെറുതല്ലേ, അതായത് പീരീഡ്സിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ അത് മേ ബി ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ, അതുകൊണ്ടായിരിക്കും സ്കാനിങ്ങിലൊന്നും കാണാൻ പറ്റാത്തത്. ചെറുങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പിടിച്ചു നിർത്തിക്കായിരുന്നു, അതിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഒരുമാതിരി ഡാർക്കായ ഒരു അവസ്ഥ. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് ഏട്ടൻ വിളിച്ചിട്ട് എന്റെ വീട്ടിലായി കഴിഞ്ഞാലും ഏട്ടന്റെ വീട്ടിൽ അമ്മേന്റെ അടുത്തെല്ലാം ആയി കഴിഞ്ഞാലും പറയുന്നത്. ആരുടെ അടുത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ആരും വിളിച്ച് പറയണം, എല്ലാവരുടെ അടുത്തും ഒരു ന്യൂസ് പോലെ അറിയിക്കണം എന്നല്ലല്ലോ ചിന്തിക്കുന്നത്. എന്റെ യൂട്രസ് ഫുള്ള് ടെസ്റ്റ് ചെയ്ത്, അപ്പൊ അതിലൊന്നും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത്ര ദിവസമേ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും അറിയില്ല. ഞാൻ ഈ കാർഡ് കാണിച്ചത് മാത്രമേ അവർക്കും ഒരു ഇതുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ ഇത് അത്ര ദിവസമേ ആയിട്ടുണ്ടാവും, എന്തോ ഒരു ബയോകെമിക്കൽ പ്രഗ്നൻസിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ദിവസം ഞാൻ നോക്കിയിരുന്നാലും നമ്മൾ ആ 2-3 ദിവസമാണെങ്കിൽ നമ്മളെ പോസിറ്റീവ് കണ്ടു, നമ്മള് ഫുള്ള് പ്രതീക്ഷയായി. നമ്മളെ കുഞ്ഞാവേന പ്രതീക്ഷിച്ച് 10 മാസത്തിന് ശേഷം നമ്മൾ കാത്തിരിക്കുന്ന. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ആകെ ഫുള്ള് തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ല നോർമലി അങ്ങനെ പറയുന്നേക്കാം, അങ്ങനെ ഇതെല്ലാം ആയിക്കഴിഞ്ഞാല് പിന്നെ പ്രഗ്നൻസി ഇത്ര മാസം പറ്റൂല എന്നല്ല. അപ്പം
ഞാൻ അതിൻ്റെത് എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഇല്ല, ഇതിപ്പോ ഇത്ര ഒരു മാസത്തെ ഒന്നും ഇല്ലല്ലോ, ഇത്ര ദിവസം മാത്രം ആയതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് നമ്മള് വാവ നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ബേബി പ്ലാനിങ് പ്രശ്നമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ ആ ഒരു സമാധാനത്തില് ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ എനിക്ക് ഇപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാർഡ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏട്ടനെ അറിയില്ല ഞാൻ ഇപ്പൊ അത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ആ ഫസ്റ്റ് കാർഡ് വെച്ചിട്ടുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് അത് കഴിഞ്ഞ് അനിയത്തിന്റെ കല്യാണത്തിന്റെ തിരക്കും കാര്യമെല്ലായി, പണിത്തിരക്ക് കാര്യമെല്ലായി. ഞാൻ പതിയെ അതിന് കുറച്ചൊന്ന് റീകവർ ആവാൻ തുടങ്ങി. പിന്നെ നമ്മള് നെക്സ്റ്റ് മന്ത് അങ്ങനെ എന്താ പറയാ പോസിറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഏട്ടന് പിന്നെ UK പോകേണ്ട ടൈം ആവാനായി, കോഴ്സിന് ജോയിൻ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞ സംഭവം നടക്കുന്നത് ഒക്ടോബറിലാണ്. നവംബറിലെ അനിയത്തിയുടെ കല്യാണം, പിന്നെ ഡിസംബർ ജനുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്ക് UK പോകണം. പിന്നെ അടുത്ത പാർട്ടില് വീഡിയോ വരും. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ കൂടി കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും പറയാനുള്ളൂ. ഇത്രയും തന്നെ കുറച്ചധികമായി. ഇതാണ് എന്റെ പ്രഗ്നൻസിയിൽ നടന്ന കുറച്ച് കാര്യങ്ങള്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്ത പാർട്ട് കാണാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.